ലോകാവസാനത്തെ പറ്റി ഗുരുജി വിശ്വസിക്കുന്നുണ്ടോ? ലോകം ദിവസവും അവസാനിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. എനിക്ക് ഞാൻ ഉറങ്ങുമ്പോൾ എനിക്ക് ലോകം അവസാനിച്ചു. കൽക്കി അവതാരത്തെ പറ്റി എന്താണ്? ആക്ച്വലി കൽക്കി അവതാരങ്ങളിലെ ഒരു കൺസെപ്റ്റ് മാത്രമാണ്. അതിപ്പം ഒരു ഉദാഹരണം അന്തിക്രിസ്തു എന്ന് പറയും ബൈബിൾ. ഇവിടെ ഞാൻ കൽക്കിയായിട്ട് അവതരിക്കുന്നു. ആക്ച്വലി വന്നിട്ട് കൽക്കിയായിട്ട് അവതരിക്കുന്നു പറഞ്ഞാൽ ഇതുപോലെ എത്ര കൽക്കിമാർ വന്നിട്ടുണ്ട്, എത്രയോ യേശുമാരിവിടെ വന്നിട്ടുണ്ട്. ആരെങ്കിലും യേശുവിനെ വിശ്വസിച്ചോ? ഇന്ന് ഒരു കുരിശ് തൂക്കി വന്നാൽ നിങ്ങൾ വിശ്വസിക്കും യേശുവാണ്. ഇനി അങ്ങനെ വരുമ്പം കുരിശ് തൂക്കുമോ അതോ 47 തൂക്കുമോ? AK-47 മറ്റും തൂക്കുമോ? ചാട്ടവാറായിരിക്കും കയ്യിൽ, ചാട്ടവാറായിരിക്കും. അതുകൊണ്ട് അവർ വന്നോ വന്നില്ലോ നമുക്ക് അറിഞ്ഞൂടാ. പിന്നെ ലോകം അവസാനിക്കുക എന്ന് പറയുന്നത് ഈ കൺസെപ്റ്റ് എന്താണെന്ന് പറഞ്ഞാൽ, കാരണം അന്നത്തെ സമൂഹം എന്നിട്ട് പിന്നെ ഭൂമിയെ മൊത്തമായിട്ട് കണ്ടിട്ടൊന്നുമില്ല. ഇന്ന് നമുക്ക് ഭൂമിയെ മൊത്തമായിട്ട് കണ്ടിട്ടുണ്ട്. ഇന്നത്തെ സമൂഹം എന്താണ്? ഏറ്റവും വലിയ ഭാഗ്യവാന്മാരാണ് നമ്മുടെ എല്ലാം. പ്രപഞ്ചം മൊത്തമായിട്ട് കണ്ടിട്ടുണ്ട് ഭൂമിയെക്കുറിച്ച്. നല്ല കൺസെപ്റ്റാണ്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് അവസാനിക്കുക എന്ന് പറഞ്ഞാൽ ഒരു പ്രളയം വന്നതുകൊണ്ട് എല്ലായിടത്തും പ്രളയം ഒന്നിച്ച് വരുന്ന ഇല്ലല്ല. ഭൂമി കുലുക്കം എവിടെയെങ്കിലും ഒന്നിച്ച് വരുന്ന ഇല്ലല്ല. കുറച്ച് ഭാഗങ്ങൾ വരികയും പോവുകയും നഷ്ടപ്പെടുകയും എല്ലാം ചെയ്യും. അതുകൊണ്ട് ഒരിക്കലും ഇത് നഷ്ടപ്പെടാൻ പോകുന്നില്ല. ഇപ്പോൾ ലോകാവസാനം എന്ന് പറഞ്ഞാൽ ഒരിക്കലില്ല. അപ്പോൾ അതെന്തുകൊണ്ടായിരിക്കും ബൈബിളിൽ അങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത്? അതൊരു കാര്യമുണ്ട്. അന്നത്തെ നിലനിൽപ്പ്, അന്നത്തെ അവിടുത്തെ അവസ്ഥ, എന്നിട്ട് ആ സമൂഹത്തിൻ്റെ ഇടയിലുള്ള അവസ്ഥ, അവരുടെ ഏരിയയുടെ അവസ്ഥ, ഇതത്രയും കണ്ടുകൊണ്ടാണ് അത്രയും പറഞ്ഞിട്ടുള്ളത്. അല്ലാതെ വേറെ ഒന്നും പറഞ്ഞിട്ടില്ല. ഗുരുജി, എന്താണ് പരകായ പ്രവേശം എന്ന് പറഞ്ഞ ആ സിദ്ധി എന്താണ്? പരകായ പ്രവേശം നമ്മുടെ ക്രിയായോഗയിലുണ്ട്. ക്രിയായോഗയിൽ നമ്മുടെ ഈ 4th ടെക്നിക്സ് തൊട്ടാണ് ഇത് തുടങ്ങുന്നത്. അപ്പോൾ അതിൽ നമ്മുടെ ശരീരം വിട്ട് ബോഡിയിൽ നിന്ന് നമ്മുടെ തന്നെ സ്വയം വേർപെട്ട് വെളിയിൽ വരണം. ആദ്യത്തെ പ്രാക്ടീസ് അതാണ്. അങ്ങനെ ചെയ്ത് നമ്മുടെ വെളിയിൽ വരിക, പിന്നെ തിരിച്ചകത്ത് കയറുക, ഇങ്ങനെയുള്ള അത് നിർവികൽപ്പ സമാധി അറ്റൈൻ ചെയ്തതിന് ശേഷമുള്ള പരിപാടിയാണ് ഇതെല്ലാം. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യണം? ബോഡിയിൽ നിന്ന് എവിടെ വേണമെങ്കിലും യാത്ര ചെയ്യാൻ സാധിച്ച് നിങ്ങൾക്ക് മറ്റുള്ളവരുടെ ശരീരത്തിലും കയറാൻ സാധിക്കും. ഇപ്പം ഞാൻ നിങ്ങളുടെ ശരീരത്തിൽ കയറുകയാണെങ്കിൽ പിന്നെ ബാക്കി നിങ്ങളുടെ ഞാൻ കൺട്രോൾ ചെയ്തിട്ട് പിന്നെ ഞാനായിരിക്കും സംസാരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് അവിടെ നിങ്ങൾ സീറോയിൽ വന്നാൽ നിങ്ങളുടെ, കാരണം അവിടെ മനസ്സ് വർക്കൗട്ടായില്ല. കാരണം മനസ്സ് എൻ്റെ മനസ്സായിരിക്കും. കാരണം ഈ ആത്മാവ് എപ്പോഴും ഇതാണല്ലോ, പ്രകാശമാണല്ലോ, സോഴ്സ് ഓഫ് എനർജിയാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ ആത്മാവിലേക്ക് നമ്മുടെ ഫോക്കസ് ചെയ്യാനും നിങ്ങളുടെ അതിൽ നിന്ന് മാറ്റാനും എന്നിട്ട് ഞങ്ങളതിനകത്ത് കയറാനും ഞങ്ങൾ ആ ബോഡിയിലിരുന്ന് ഞങ്ങൾക്ക് സംസാരിക്കാൻ സാധിക്കും. ഇതാണ് അതിൻ്റെ ടെക്നിക്ക്. അത് പ്രാക്ടീസ് ചെയ്ത് വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പം പറഞ്ഞാൽ മനസ്സിലാവില്ല. അതെ, ഇത് തന്നെയല്ലേ പലപ്പോഴും ഈ സോൾ പ്രസൻസ്, ആത്മാക്കൾ കൂടുക എന്ന് പറയുന്നത് ഏകദേശം ഇതേ ഒരു ആത്മാക്കൾ വന്നിട്ട് അത് സാധാരണ ലോക്കൽ ലെവലിലുള്ളത്. അത് എങ്ങനെയെന്ന് പറഞ്ഞാൽ എല്ലാ ആത്മാക്കളും എല്ലാ ബോഡിയിലും കയറിയില്ല. കാരണം വീക്ക്നെസ്സായ ചില ബോഡികളിൽ മാത്രമേ ഈ ആത്മാക്കൾ കയറുള്ളൂ. ഇതങ്ങനെയല്ല, പരകായ പ്രവേശനത്തിൽ അങ്ങനെയല്ല. നമ്മളൊരു സിദ്ധന് ആരുടെ ദേഹത്ത് കയറാൻ സാധിക്കും. പട്ടിയുടെ ദേഹത്ത് കയറിയാലും പട്ടിയുടെ ആക്ഷൻ നടക്കും, എന്നാൽ നമ്മുടെ ആയിരിക്കും അതിനെ കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ അത്രയ്ക്ക് പവർഫുള്ളായിരിക്കും. തമിഴിൽ അതിനെ കൂടുവിട്ട് കൂടുപായുക എന്ന് പറയും. കൂടുവിട്ട് കൂടുവിലേക്ക്. കൽപ്പയോഗം, കായകൽപ്പയോഗം. കായകൽപ്പയോഗം 3 വിധത്തിലാണ് കായകൽപ്പയോഗം പറയുന്നത്. ഒന്ന്, മരുന്നുകൾ കൊണ്ട് ശരീരം ഉണ്ടാക്കിയെടുക്കുക. അതിന് പ്രത്യേക നിബന്ധനകളും നിയമങ്ങളുമൊക്കെ ഉണ്ട്. അതിന് പ്രത്യേക രീതിയിലുള്ള ആഹാരക്രമങ്ങൾ, അതിനുള്ള രീതിയിൽ കൽപ്പം ചെയ്യുക. അതിനേക്കാളും ബെറ്ററായിട്ടുള്ളത് നമ്മുടെ മെഡിറ്റേഷൻ കൊണ്ട് കായകൽപ്പം ഉണ്ടാക്കുക. മെഡിറ്റേഷൻ കൊണ്ട് സാധാ മെഡിറ്റേഷനല്ല, ഈ കൂട് പായുന്ന ഒരു ടെക്നിക്സ് വരുന്നില്ല. അതിനകത്ത് നമ്മുടെ ബോഡി നിന്ന് വെളിയിൽ പോയതിന് ശേഷം തിരിച്ച് നമ്മുടെ ബോഡിയിലേക്ക് വരുന്നു. ഇങ്ങനെ വന്ന് ഒരു പ്രാക്ടീസ് ചെയ്യുന്ന ഒരു ആത്മാവിന് കൽപ്പശരീരം ഫാം ചെയ്യാനുള്ള ടെക്നിക്സ് പ്രത്യേകമുണ്ട്. ഈ കൽപ്പശരീരം എന്ന് പറഞ്ഞാൽ എന്താണ്?
കൽപ്പശരീരം എന്ന് പറഞ്ഞാൽ നമ്മുടെ യുവത്വം കൊണ്ടുവരിക. ബോഡിയിൽ സെല്ലുകളെല്ലാം നല്ലോണം റീപ്രൊഡ്യൂസ് ചെയ്ത് യുവത്വം കൊണ്ടുവരും. ഇപ്പം ബാബാജി 27 വയസ്സുള്ള പയ്യനായിട്ടിരിക്കുന്നു പറഞ്ഞാൽ പുള്ളി യുവത്വം കൊണ്ടുവന്നതാണ്, അല്ലാതെ ബാബാജി ഒരു മിറാക്കിൾ കാണിച്ചതല്ല. നമുക്ക് ആ സാധനമുണ്ട്. ക്രിയായോഗയിൽ വന്നിട്ട് 5ാമത്തെ ചാപ്റ്ററിലേക്ക് 5ഉം 6ഉം ചാപ്റ്ററിലേക്ക് നിങ്ങൾ വരുന്ന സമയത്ത്, ലഹരി മഹാസിൻ്റെ ലാസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് 6ാമത്തെ ചാപ്റ്റർ, അതിലേക്ക് വരുന്ന സമയത്ത് കായകൽപ്പ യോഗം നിങ്ങൾ പഠിപ്പിക്കുന്നത്. അപ്പോൾ അതിൽ നിങ്ങളുടെ ബോഡിയെ ഓരോ സെല്ലും വന്നിട്ട് പുതുതായിട്ട് ജീവിപ്പിക്കാൻ സാധിക്കും, നശിപ്പിക്കുന്നതിനേക്കാളും ജീവിപ്പിക്കാൻ സാധിക്കും. അങ്ങനെ ജീവിപ്പിച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു ഉദാഹരണം എന്ന് പറഞ്ഞാൽ, സാധാരണ ഒരു മരണം സംഭവിക്കുമ്പോൾ നമ്മൾ ടോട്ടലി ഡെത്താണ്, അപ്പോൾ സെല്ലും ഡെത്തായി കഴിഞ്ഞു. അതേ സമയത്ത് നമ്മുടെ കോൺഷ്യസ് മരണം എന്ന് പറഞ്ഞാൽ ബോധപൂർവം മരിക്കുക. ബോധപൂർവം മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സെല്ലുകൾ വന്ന് റീപ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയും. ഇപ്പോൾ റീപ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ എനർജി ലെവൽ വന്നിട്ട് അതിൻ്റെ ഹയസ്റ്റ് ലെവൽ, ഇപ്പോഴും നിങ്ങളുടെ ഈ ലെവലിൽ ഇരിക്കുന്ന എനർജി ഒരിക്കൽ നിങ്ങളുടെ ബോഡി കളഞ്ഞ് വെളിയിൽ പോയിട്ട് തിരിച്ച് വരുന്ന സമയത്ത് നിങ്ങളുടെ ശരീരം കുറച്ചുകൂടെ യങ്ങാകുകയാണ്. വീണ്ടും നമ്മൾ പോയിട്ട് തിരിച്ച് വരുമ്പോൾ വീണ്ടും നമ്മൾ കുറച്ചുകൂടെ യങ്ങാകുകയാണ്. കാരണം നമ്മുടെ സെല്ലുകൾ വന്നിട്ട് അത്രയ്ക്ക് യുവത്വം പ്രാപിക്കാൻ തുടങ്ങും. അങ്ങനെ യുവത്വം പ്രാപിച്ച് വരുന്ന സമയത്ത് ഈ സെല്ലുകളിലാണ് നിങ്ങൾക്ക് ലൈറ്റ് എനർജി, പ്രകാശമായിട്ട് നിങ്ങൾക്ക് മാറാൻ സാധിക്കുന്നത്. അതുകൊണ്ടാണ് ബാബാജിയുടെ ബോഡിക്ക് നിഴലില്ല എന്ന് പറയുന്നത്. അത് ബാബാജി മാത്രമല്ല, ഈ സിദ്ധന്മാരുടെ ബോഡിയിലൊന്നും നിഴൽ കാണില്ല. ഇപ്പോൾ ഒരു ഉദാഹരണം നമ്മുടെ രാമലിംഗ സ്വാമികൾ, അദ്ദേഹം വെയിലത്ത് നടന്നു പോകുമ്പോൾ അങ്ങോട്ട് നിഴൽ എവിടെ നിന്ന് ആർക്കും കണ്ടുപിടിക്കാൻ സാധിക്കില്ല. കാരണം അത്രയ്ക്ക് അവിടെ സെല്ലുകൾ എന്തായിരിക്കും എന്ന് പറഞ്ഞാൽ ആ പ്രകാശതത്വമായിട്ട് മാറും. അത് നമുക്ക് എല്ലാവർക്കും സാധിക്കുന്നതാണ്. ജലതത്വത്തിൽ നിന്ന് ഖരതത്വത്തിലേക്ക് മാറി, ഖരതത്വത്തിൽ നിന്ന് അത് സ്പ്ലിറ്റായി നമ്മുടെ ഊർജ്ജമായിട്ട് മാറാൻ തുടങ്ങും. ഈ ചില ആളുകൾക്ക് ഇത്തരത്തിലുള്ള സിദ്ധികൾ കിട്ടിയതിന് ശേഷം ഈ സിദ്ധികൾ നഷ്ടപ്പെടുന്നില്ലേ? അത് എന്താണ് കാരണം? ഒന്നും നഷ്ടമൊന്നും പെടില്ല. റിയൽ സിദ്ധികൾ ഒരിക്കലും നഷ്ടപ്പെടാറില്ല. അത് എപ്പോഴും നിലനിൽപ്പുള്ളതാണ്. അതേസമയത്ത് ഈ ചെപ്പടി വിദ്യകളൊക്കെ നഷ്ടപ്പെട്ടു പോകും. കാരണം ഈ കാണിക്കുന്ന ചെപ്പടി വിദ്യ അത് ഇതെന്നുള്ള ചില പിന്നെ മാജിക്കുകളെല്ലാം നഷ്ടപ്പെട്ടു പോകും. ഇതങ്ങനെയല്ല, ഇത് പെർമനൻ്റാണ്. ഇപ്പോൾ നിങ്ങളുടെ ഇപ്പം കായകൽപ്പ യോഗ തന്നെ പെർമനൻ്റാണ്. കാരണം നിങ്ങൾക്ക് ബോഡി ലൈറ്റായി, ഇപ്പോൾ നിങ്ങൾ യോഗ എന്തിനാണ് പ്രാക്ടീസ് ചെയ്യുന്നത്? ഈ ബോഡിയെ ലൈറ്റാക്കാനാണ് യോഗ പ്രാക്ടീസ് ചെയ്യുന്നത്. അപ്പോൾ ഈ നമ്മുടെ ശരീരത്തിൽ പ്രാണശക്തിയെ കൂട്ടി കൊണ്ടുവന്ന് ബ്രെയിൻ സെല്ലുകൾ കംപ്ലീറ്റായിട്ട് എക്സ്പാൻഷനായി അതും 100% ഓക്കെ ആയി കഴിഞ്ഞാൽ ബാക്കിയുള്ള എനർജി എല്ലാം നമ്മുടെ വൈറ്റൽ എനർജിയെ സ്പിരിച്വൽ എനർജിയായിട്ട് അത് മാറ്റും, നാച്ചുറലായിട്ട് മാറ്റും. അങ്ങനെ മാറി വരുന്ന സമയത്ത് നമ്മുടെ ബോഡിക്ക് നിഴലില്ലാത്ത രൂപത്തിലേക്ക് നമ്മൾ വരാൻ സാധിക്കും. പരിശ്രമിക്കണം, അത്രയേ ഉള്ളൂ. അതുകൊണ്ട് ഇപ്പം ഈ പ്രോസസ്സ്, ഇപ്പം ബാബാജിനെ പറയുന്നത് ഒരു ദിവസം കൊണ്ടോ ഒരു യുഗം കൊണ്ടോ നടക്കുന്ന സംഭവമല്ല ഇത്. അത് കണ്ടിന്യൂസ് പ്രോസസ്സാണ്. അതായത് ഒരു ദിവസം കൊണ്ട് നടക്കുന്ന സംഭവമല്ല. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് ഇപ്പോൾ നമുക്ക് ഈ സിദ്ധന്മാർ പറയുന്നൊരു ഭാഗമുണ്ട്, പ്രണവദേഹം എന്ന് പറയും. ഈ പ്രണവദേഹം എന്ന് പറയുന്നത് ലൈറ്റാണ്, ഡിവൈൻ ലൈറ്റാണ്, പ്രകാശം എന്ന്. അല്ലാതെ ഒരു നെറ്റിയിൽ കാണുന്ന പ്രകാശം മാത്രമല്ല, ബോഡി കംപ്ലീറ്റ് പ്രകാശമായിട്ട് മാറുന്നു. ആ പ്രകാശം ഒരു സ്റ്റേജിലേക്ക് നിങ്ങളെ കൊണ്ട് എത്തിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഇവിടെ ധ്യാനവും ജപവും ഒന്നും ആവശ്യമില്ല. നിങ്ങൾ നാച്ചുറൽ നിങ്ങളുടെ ജ്യോതിയായി കഴിഞ്ഞു. പിന്നെ എപ്പം വേണമെങ്കിലും അന്തരീക്ഷത്തിൽ ലയിക്കാനും തിരിച്ച് അതിൽ നിന്ന് നിങ്ങൾക്ക് വെളിയിൽ വരാനും സാധിക്കും. ഇതിനിപ്പം ബാബാജി ചെയ്യുന്നതും ലഹരി മഹാശൻ ചെയ്തതും ഇവിടെ ഇദ്ദേഹം നമ്മുടെ രാമലിംഗ സ്വാമികൾ ചെയ്തതും സൽഗുരുസ്വാമികൾ ചെയ്തതും ശ്രീധരയ്യാവാൾ ചെയ്തതും ആവുടയക്കാൾ ചെയ്തതും അക്ക മഹാദേവി, ഇങ്ങനെ എത്രയോ സിദ്ധന്മാർ ചെയ്തത് ഈ സംഭവം തന്നെ. ഒളിദേഹം ഒളിയായിട്ട് മാറ്റുന്നത്. അത് ഒളിയായിട്ട് മാറ്റാൻ ഒരേ ഒരു വഴിയേ ഉള്ളൂ, സാധന. നമ്മൾ വീണ്ടും സാധന. നമുക്ക് ഒരിക്കലും ഈ സാധനയ്ക്ക് വന്ന് ബ്രേക്ക് ഇരിക്കരുത്, മതിയെന്ന് തോന്നൽ വരരുത്. മതിയെന്ന് തോന്നുന്നു പോയാൽ നമ്മുടെ മടുപ്പുണ്ടാവും. ഇന്ന് കാണുന്ന 99% സ്വാമിമാരെന്ന് പറയുന്ന ആൾക്കാർ അത്രയും മടുപ്പ് വന്നവരാണ്. അവരെല്ലാം മടുപ്പെന്ന് മാത്രമല്ല, അവരെല്ലാം വന്നിട്ട് ഈ ഞങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ ഇവർ ഈ എന്ന് പറഞ്ഞാൽ മണ്ടന്മാരും അതോടൊപ്പം എന്താണ് അലസന്മാരുമാണ്. കാരണം അവർക്ക് അറ്റൻഡ് ചെയ്യാൻ സാധിക്കില്ല. സാധന എന്ന് പറയുന്നത് ത്രൂ ഔട്ട് സാധനമാണ്, 24 hours സാധനയാണ്. അത് മാത്രമല്ല, നിങ്ങളുടെ ആയുഷ്കാലം വരെ സാധനയാണ്. ആയുഷ്കാലം മാത്രമല്ല, അതിന് മുകളിലും സാധനയാണ്. ഇപ്പം നിങ്ങളുടെ ക്രിയായോഗ ദീക്ഷ എടുത്തു,
നിങ്ങളുടെ സാധനം വന്നിട്ട് ഇവിടെ കൊണ്ട് തീരുന്നതല്ല. നിങ്ങളുടെ ബോഡി വേണമെങ്കിൽ ഇപ്പം കളഞ്ഞാലും നിങ്ങൾ വീണ്ടും സാധനം തുടങ്ങിക്കൊണ്ട് തന്നെ ഇരിക്കും.